ഇടുക്കി. തിരുവനന്തപുരം കുളക്കോടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ജ്യോതിയാണ് മരിച്ചത്. വെള്ളനാട് നിന്ന് മുണ്ടേലിയിലേക്ക് വരികയായിരുന്ന കാർ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം. ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മാർച്ച് KPCC ജനറൽ സെക്രട്ടറി മരിയാപുരം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാമ്പാറ റോഡിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. അപകടം ബൈക്ക് മറ്റൊരു കാറിനെ മറികടക്കവേ. ഒരാളുടെ നില ഗുരുതരം. തിരുവനന്തപുരം കരമനാറ്റിൽ 85-കാരനെ കാണാതായത് നെടുമങ്ങാട് 10-ാം കല്ല് സ്വദേശി കൃഷ്ണൻ നായരെ. ആറ്റിൽ കുളിക്കാനിറങ്ങിയതാണെന്ന് പ്രാഥമിക നിഗമനം. ചേർത്തല എരമല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന ചുറ്റമ്പല സമർപ്പണത്തിൽ നോട്ടീസ് പ്രകാശനം ചെയ്തു. സ്വാഗത സംഘം രക്ഷാധികാരി കുമേഷ് കുമാർ PK വേലായുധന് നൽകി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ടു. PCC ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് AICCയുടെ നടപടി. തൃശൂർ ചിറ്റിലപ്പള്ളി കരിക്കോൾപ്പാടത്ത് യുവാവിനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റിലപ്പള്ളി സ്വദേശി ഹരികൃഷ്ണനാണ് മരിച്ചത്. പേരാമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുകയാണെന്നും അതിന് തെളിവാണ് ചെത്ത് തൊഴിലാളി സംഘത്തിന്റെ മൂലധനാസ്തി 170 കോടിയിൽ നിന്ന് 200 കോടിയായി ഉയർന്നതെന്നും റവന്യൂ മന്ത്രി K രാജൻ തൃശൂരിൽ സ്വാന്തനം പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായ മെമ്പർമാർക്ക് നൽകുന്ന കർക്കിടക കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടക്കഴിയൂർ സ്വദേശി നജീബിനാണ് കാപ്പ ചുമത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം കാപ്പ ചുമത്തുന്ന 7ാമത്തെ പ്രതിയാണ് ഇയാൾ. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മയക്കുമരുന്നുമായി ആയുർവേദ ഡോക്ടർ പിടിയിലായത് കൊല്ലം ചിറ്റുമല സ്വദേശി N അൻവർ ഷാ. ഇയാളിൽ നിന്ന് 5 ലക്ഷം വില മതിക്കുന്ന 160 ഗ്രാം മെത്താഫെറ്റാമിൻ പിടികൂടി. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ നിന്നാണ് അൻവർ ഷാ പിടിയിലായത്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി BJP. പ്രതിഷേധം BJP നെയ്യാറ്റിൻകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കൊല്ലം ചടയമംഗലത്തെ ജ്വല്ലറിയിൽ നടന്ന മോഷണ ശ്രമത്തിലെ പ്രതികളെ അതിവേഗം പിടികൂടി പോലീസ്. പ്രതികൾ പിടിയിലായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും സർവ്വമത പ്രാർത്ഥനയും നടത്തി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ആനയാടി ജംഗ്ഷനിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കളിയടക്കപ്പ നേർച്ചയൊരുക്കി കണ്ടശാങ്കടവ് പള്ളി. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായ കളിയടക്കപ്പ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നേർച്ച ജൂലൈ 24, 25 തീയതികളിൽ.